PMCയിൽ ഒപ്പിട്ടത് സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയും CPI തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി മുൻകൈയെടുത്ത് ആ ചർച്ച നടന്ന് നല്ല സമവായത്തിൽ ആ പ്രശ്നം തീരുമെന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. കാരണം ഇത് രണ്ട് പാർട്ടിയല്ലല്ലോ, ഞങ്ങളുടെ രണ്ട് പാർട്ടിയായി പ്രവർത്തിക്കുന്നുവെങ്കിലും ഹൃദയം കൊണ്ട് ഞങ്ങളൊരു പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരസ്പരം കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് വസ്തുത? കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ ഞെരിച്ച് കൊല്ലുക, അതാണ് നമ്മൾ വസ്തുത മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് കിട്ടാനുള്ള കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്തിന് ആരുടെയും ദാനമല്ലിത്, ഔദാര്യമല്ല. ഇത് ചിലർ പറയുന്ന പോലെ ഇത് BJP ഗവൺമെൻറ് ഔദാര്യവും ദാനമൊന്നുമല്ല. ഇത് സംസ്ഥാനത്തു നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന പണത്തിൻ്റെ ഒരു വിഹിതമാണ്. ആ വിഹിതം കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമാക്കി നമുക്ക് തരുമ്പോൾ അർഹതപ്പെട്ട പണം പല കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ചു വെക്കുക. അതിലൊരു കാര്യമാണ് PMC. 1500 കോടി രൂപ 42 ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതിൽ 5 ലക്ഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ ആനുകൂല്യത്തെ ബാധിക്കും, കുട്ടികളുടെ ഉച്ചഭക്ഷണത്തെ ബാധിക്കും, കുട്ടികളുടെ ഡ്രസ്സിനെ ബാധിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 10,000-ഓളം ജീവനക്കാരെ ഇത് ബാധിക്കും ഇതിലുമായി ബന്ധപ്പെട്ട്. അപ്പം PMC എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടല്ല ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത് സർക്കാരിന് കിട്ടേണ്ട വിദ്യാഭ്യാസ വകുപ്പിൽ കിട്ടേണ്ട 1,460 കോടി രൂപ കിട്ടാതെ വന്നാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായ സിലബസിലോ കരിക്കുലത്തിലോ ഒരു വ്യത്യാസവും അവർ പറഞ്ഞതനുസരിച്ച് വരുത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്ന അസന്നിഗ്ധമായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി വരുന്ന വിഷയങ്ങൾ ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അനുവദിക്കില്ല എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് ഒരുമിച്ച് പരിശോധിക്കാനുള്ള ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ കാര്യത്തിൽ കൃത്യമായ തീരുമാനം എടുക്കാം എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ വെച്ചിട്ടുള്ളത്. ആ നിലപാട് സംബന്ധിച്ചാണ് ചർച്ച നടക്കുന്നത്. ഇനി അതല്ല, കുറേ കൂടി അവർക്ക് വിശ്വാസമായ രൂപത്തിൽ കാര്യങ്ങൾ നടത്തണമെങ്കിൽ അത് CPM നേതൃത്വം അത് ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും. അതും രാജിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം സംസ്ഥാനത്ത് ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്, അല്ല അതത് വകുപ്പുകളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ട്. പക്ഷേ BJP ഗവൺമെൻറ്റിൻ്റെ ഒരു വിദ്യാഭ്യാസ നയവും കേരളത്തിൽ നടപ്പാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തിന് ഇത് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ് സ്റ്റേറ്റിൻ്റെ അധികാരത്തിൽ വരുന്നതാണ്. എന്താ സ്റ്റേറ്റിൻ്റെ അധികാരത്തിൽ വരുന്ന സിലബസും കരിക്കുലം ഉണ്ടാക്കുന്ന സ്റ്റേറ്റാണ്. ഇവിടെ ആരുടെ എന്തെഴുതി വെക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്നത് ഇതെന്താ കൊച്ചുകുട്ടികളാണ് നാട് ഭരിക്കുന്നത്? ഇതൊരു സ്റ്റേറ്റിൻ്റെ വിഷയമാണ് വിദ്യാഭ്യാസം. ആ സ്റ്റേറ്റിൻ്റെ വിഷയത്തിനകത്ത് ഇവിടെ സിലബസ് ഉണ്ടാക്കുന്നതും കരിക്കുലം ഉണ്ടാക്കുന്നതും ഇവിടുത്തെ ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്തായാലും നടക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആരുടെ എഴുതി വെക്കുന്ന പറയുന്നത് എന്താ മിനിസ്റ്റർ, ഇതിനകത്തുള്ള പക്ഷേ ഒരേ ഹൃദയമായ CPIക്കാരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഈ തീരുമാനമെടുത്തു എന്നുള്ള അവരുടെ പരാതി. ഞാൻ പറയാം, ആശങ്ക ഉണ്ടാകാം. ഇടതുപക്ഷ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ അവർക്ക് ആശങ്ക ഉണ്ടാകാം. ആ ആശങ്കയൊന്നും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. ആ ആശങ്ക എന്താണെന്നുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞു. അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മന്ത്രി എന്ന നിലയിൽ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായതിൻ്റെ കാര്യം അദ്ദേഹം നേരിട്ട് പോയി CPIയുടെ സംസ്ഥാന നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും ആ കാര്യങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരുത്താനുണ്ട്, അല്ലെങ്കിൽ വ്യക്തത ഉണ്ടാകാനുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ തീരുമാനം ഉണ്ടാകണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം, അവരുടെ ആവശ്യം. അത് സംബന്ധിച്ച് രാഷ്ട്രീയമായി ചർച്ച ചെയ്ത് ശരിയായ തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും.